ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഫീൽഡ് ഔട്ട് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ അടക്കി ഭരിക്കുന്ന ഒരേ ഒരു രാജ്ഞിയാണ് ശരിക്കും രേണുസുതി എന്ന് പറയുന്നത്. ഇവർക്ക് എന്തും തന്നെ കാട്ടിക്കൂട്ടാം, പക്ഷേ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് അത് പറയാൻ പാടുകയില്ല. ഇവർ ശരിക്കും നെഗറ്റീവ് തന്നെയല്ലേ സ്പ്രെഡ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട് അവർ ഓരോ കാര്യങ്ങൾ നുണകൾ വെച്ച് പറയുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ അവഹേളിക്കുന്നു, അല്ലെങ്കിൽ ചീത്ത പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇനി ഇവരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴോ ഇവരെന്തെങ്കിലും മണ്ടത്തരങ്ങളാണ് എന്നുള്ള ലെവലില് ഉപദ്രവപരമായിട്ടുള്ള കുറെ മറുപടികൾ പറയും. എന്നിട്ട് പറയും എനിക്ക് അത്ര വിദ്യാഭ്യാസമില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തതാണ് അങ്ങനെ, അതിനെന്തിനാ ഇത്ര ഏറ്റുപിടിക്കേണ്ട ആവശ്യം. ഇപ്പൊ ഇവരെ എക്സാമ്പിൾ തന്നെ പറയാം, ഇവരുടെ കല്യാണത്തിന്റെ കാര്യം തന്നെ പറഞ്ഞത് അല്ലെ. അത്രയും ഇവരൊരു സോഷ്യൽ ഫിഗറായി മാറുമ്പോൾ എല്ലാവരും ഇവരുടെ പല കാര്യങ്ങളും ചകഞ്ഞുകൊണ്ടിരിക്കും. അതിന് നമ്മൾ സത്യസന്ധമായിട്ട് തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇപ്പോ രേണുവിന്റെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് എക്സ്പോസ് ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് വോയിസും ഇതിന് തുടങ്ങാം. നിന്റെയൊക്കെ അവസ്ഥ, ഈ അവസ്ഥ നിനക്കൊക്കെ വീട്ടിൽ വരാതിരിക്കട്ടെ. വരുമ്പോ നിനക്കൊക്കെ അറിയാം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ. മനസ്സിലായോ? 10,000-2000 രൂപ 500 രൂപയ്ക്ക് ഞാൻ തെണ്ട് കാണാത്തൊന്നും നീയൊന്നും ഇല്ലായിരുന്നല്ലോ. മനസ്സിലായോ? എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട് എന്റെ 2 മക്കളെ നോക്കാനും വീട്ടുകാരെ നോക്കാനും കല്യാണം കഴിക്കാനും വാടക എടുക്കാനും കൊടുക്കാനും ഒക്കെ ഞാൻ തെണ്ട് നടന്നിട്ടുണ്ട്. അറിയാവോ? ഒരുപാട്. അതായത് രേണുസുതിയെ കുറ്റം പറയുന്നത് പെണ്ണുങ്ങളാണ്, പെൺകുട്ടികളാണ് ഏറ്റവും കുറ്റം പറയുന്നത് എന്നാണ് പറയുന്നത്. ആണുങ്ങൾ അങ്ങനെ എന്നെ കുറ്റം പറയുന്നില്ല, ഞാൻ എക്സ്പോസ് ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് എന്നെ ആരും കുറ്റം പറയില്ല. പെൺകുട്ടികൾക്ക് എന്നോട് അസൂയ മൂത്തിട്ടാണ്. എന്റെ ബോഡി സ്ട്രക്ചർ വളരെ നല്ല രസമാണല്ലോ, നിങ്ങൾക്കൊന്നും ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് രേണുസുതി വന്നിരിക്കുന്നത്. തെണ്ടി നടന്നിട്ടുണ്ട്, 50 രൂപയ്ക്ക് വേണ്ടി തെണ്ടി നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. രേണുസുതിയുടെ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾക്കൊക്കെ ഈ അവസ്ഥ വന്നിട്ടുണ്ട് രേണുസുതി. അപ്പോഴൊക്കെ ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പോം വഴികൾ കണ്ടിട്ടുമുണ്ട്. അല്ലാതെ തെണ്ടി നടക്കുകയല്ല ചെയ്തത്. നിനക്ക് ജോലിക്ക് പോയിക്കൂടെ തെണ്ടാതെ? എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥ വന്നു ചേർന്നാൽ ഉടനെ തന്നെ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ച് പോകും. ഒരു ജോലിയും കിട്ടില്ല. ഇപ്പൊ എന്തെങ്കിലും കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കോഴ്സ് ആയിട്ടുള്ള ജോലി ചെയ്യും. ഇല്ലെങ്കിൽ നമ്മുടെ യുക്തിപരമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ നോക്കും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും ഓഫീസ് വർക്കെങ്കിലും ചെയ്യാൻ നോക്കും. ഇല്ലെങ്കിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ അടുക്കള പണിക്കെങ്കിലും പോവാൻ നോക്കും. ഈ ഒരു അവസ്ഥ വരുമ്പോ അതൊക്കെ സംതൃപ്തി തരുന്നത് തന്നെയാണ്. നമ്മൾ 50 രൂപയ്ക്ക് വേണ്ടി തെണ്ടി നടക്കുന്ന നേരം ഒരാളുടെ വീട്ടുമുറ്റം ഒന്ന് അടിച്ചു തൂത്തുവാരി കൊടുക്കുകയാണെങ്കിൽ 200 രൂപയെങ്കിലും പോക്കറ്റിൽ കിടക്കില്ലേ അവർക്ക്? വീട് അടിച്ചു വാരാനോ അല്ലെങ്കിൽ അടുക്കള പണികൾ ചെയ്യാനോ പുറം പണികൾ ചെയ്യാനോ പോയിക്കൂടെ? ആരോഗ്യമുള്ള സ്ത്രീയില്ലേ? നിങ്ങൾ തന്നെ പറയുന്നു 10-33 വയസ്സേ നിങ്ങൾക്ക് ആയിട്ടുള്ളൂ. മറ്റുള്ളവർ പറയുന്നു 40-45 വയസ്സായിട്ടുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, എത്രയും നിങ്ങളെ കാണുമ്പോൾ അത്യാവശ്യം ആരോഗ്യമുള്ള സ്ത്രീയാണ്. നിങ്ങൾക്ക് ജോലിക്ക് പോയിക്കൂടെ തെണ്ടാതെ? ഞാൻ തെണ്ടി നടന്നിട്ടുണ്ട്, എന്തൊരു ഗമേല പറയുന്നത്, ഞാൻ തെണ്ടി നടന്നിട്ടുണ്ട് 50 രൂപയ്ക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്കൊരു ജോലിക്ക് വേണ്ടി തെണ്ടി നടന്നിട്ടുണ്ടെന്നല്ല നിങ്ങൾ പറഞ്ഞത്. ജോലി കിട്ടാത്ത ഒരവസ്ഥയും ഇപ്പൊ ഏത് നിങ്ങൾ ഇപ്പൊ ബുധനാഴ്ച നമ്മുടെ പത്രങ്ങളിൽ വരുന്ന അവസരങ്ങൾ എന്ന് പറഞ്ഞ ഇതുണ്ട്, അതിൽ നിങ്ങൾ നോക്കി നോക്കുക, അത്യാവശ്യം ജോലികൾ നിങ്ങൾക്ക് കിട്ടും. എന്ത് നിങ്ങളെ മക്കളെ നോക്കാനുള്ള ജോലിയൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം കിട്ടും. പിന്നെ നിങ്ങളുടെ അച്ഛനമ്മ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾക്ക് അച്ഛന് വേണമെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാം. ഇത് നിങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി ഇഷ്ടപ്രകാരം ആൾക്കാരാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഡയമണ്ട് നെക്ലസ് തരാൻ ആൾക്കാരുണ്ട്, അതുപോലെ സ്ഥലം തരാനും മതിൽ കെട്ടിത്തരാനും വീട്ടുപകരണങ്ങൾ വാങ്ങിച്ചു തരാനും നിങ്ങൾക്ക് റിങ് വാങ്ങിത്തരാനും നിങ്ങളെ കല്യാണം കഴിക്കാനൊക്കെ ക്യൂ ആണ് ആൾക്കാര്. പിന്നെ നിങ്ങൾ എന്തിനാണ് തെണ്ടി നടക്കുന്നത്? രേണു ഒന്നും ആലോചിക്കണം. രേണു ഒരു പൊതു ശല്യമാണ് എന്നും പറഞ്ഞ് ജനങ്ങൾ നാട്ടുകാർ കേസ് കൊടുത്താൽ ഊരിപ്പോരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ എല്ലാവരും തെറി വിളിച്ച് ചീത്ത വിളിച്ച് പെണ്ണുങ്ങളെ മുഴുവൻ അടിച്ചാക്ഷേപിച്ച് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഊരിപ്പോരാൻ ബുദ്ധിമുട്ടായിരിക്കും ട്ടാ. എന്തെന്ന് വെച്ചാൽ രേണു പറഞ്ഞ തെളിവുകൾ ഒരുപാടുണ്ട്. സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുകയാണ് രേണു പറഞ്ഞ ഒരുപാട് തെളിവുകൾ. കൂടാതെ പോലീസിനെ തന്നെ തെറി വിളിച്ച ഒരുപാട് സംഭവങ്ങളും ഉണ്ട് രേണുവിന്റെ. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ട്. അപ്പൊ രേണുവിനെതിരെ ഒരുപാട് തെളിവുകളുണ്ട്. മതത്തെ അവഹേളിച്ച തെളിവ് വരെയുണ്ട്. അതായത് പുരോഹിതനെ അവഹേളിച്ചു കഴിഞ്ഞാൽ മതത്തെ അവഹേളിക്കുന്ന പോലെയാണല്ലോ. ചുരുക്കി പറഞ്ഞ രേണുവിന് എതിരെ നിൽക്കാൻ മാത്രമേ ആളുകൾ കാണൂ, കൂടെ നിൽക്കാൻ ആരും കാണില്ല. രേണുവിന് ഒരു എന്താ പറയാ, സജിന വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യുന്ന ആ സ്ത്രീ പോലും കാണില്ല രേണുവിന്റെ ഒപ്പം നിൽക്കാൻ വേണ്ടി. ഇങ്ങനെ പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരു കേസ് കൊടുക്കാം. സമൂഹത്തിലെ പൊതുശല്യമായി മാറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ തുറന്നാൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്താൽ രേണു പെട്ടുപോകും. അതുകൊണ്ട് ഇനിയെങ്കിലും മര്യാദയ്ക്ക് മാന്യമായി ജീവിക്കാൻ നോക്കൂ.